ഇപ്പൊ ചൈനയുടെ ശക്തമായ സാന്നിധ്യവും സ്വാധീനവും ആ മേഖലയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചൈനയെ അവിടുന്ന് മാറ്റി നിർത്തേണ്ടുന്ന താല്പര്യവും അമേരിക്കൻ സാമ്രാജ്യത്തിനുണ്ട്. ഇങ്ങനെ ഇസ്രായേലിന് നേരിട്ട് ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് താല്പര്യം ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ താല്പര്യം ആ മേഖലയിലുള്ള വിഭവ നിയന്ത്രണം, തന്ത്രപ്രധാനമായിട്ടുള്ള 2 സ്ട്രെയിറ്റുകൾ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതുപോലെ ഗൾഫ് ഓഫ് ഏഡനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദാബ്, ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നറിയപ്പെടുന്ന കടലിടുക്കും. ഇത് തന്ത്രപ്രധാനമായ, സ്ട്രാറ്റജിക്കലി വെരി ഇമ്പോർട്ടന്റ് ആയ 2 കപ്പൽ പാതകളാണ്. ഇതിന്റെ നിയന്ത്രണവും തങ്ങളുടെ കയ്യിൽ നിലനിർത്തുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയിൽ ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയും അതുപോലെ ഈ ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം കുറയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാന്റെ ആ സംഘർഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളില്ല. അമേരിക്കയ്ക്ക് പക്ഷേ ഈ മേഖലയിലെ വിഭവങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണമാണ് ഒരു സാമ്രാജ്യത്വ അതീശ ശക്തി എന്ന നിലയിൽ അമേരിക്ക ലക്ഷ്യമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ സമീപകാലത്തുള്ള ഈ ചർച്ചകളിലും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘർഷാത്മകമായ അവസ്ഥയും നാവിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ വിശാലമായ അർത്ഥത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിഭവ നിയന്ത്രണ താല്പര്യങ്ങളുമായി, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അക്കാര്യത്തിൽ ഏറ്റവും വിശ്വസ്തനായ അമേരിക്കയുടെ പങ്കാളി ഇസ്രായേലാണെന്ന കാര്യത്തിൽ തർക്കമില്ലാതെ ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിക്കുകയും ചെയ്തത് നാറ്റോ സഖ്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അമേരിക്കയെ കൈവിട്ട സന്ദർഭത്തിലും ഇസ്രായേല് കൂടെ നിൽക്കുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അതുകൊണ്ട് അമേരിക്കയുടെ ഈ മേഖലയിലെ അതീശ താല്പര്യങ്ങൾക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്നത് സയനിസ്റ്റ് ഇസ്രായേലാണ് എന്നത് വാസ്തവമാണ്. ആ അർത്ഥത്തിൽ അമേരിക്കൻ താല്പര്യങ്ങളുമായിട്ട് അവരും ചേർന്ന് നിൽക്കുന്നു എന്നതാണ് വാസ്തവം. നന്ദി ഡോക്ടർ പി ജി വിൻസെന്റ് ഈ വാർത്തകൾ പ്രതികരിച്ചത്.